ഞാൻ എൻ്റെ തീരുമാനമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരാം. അല്ലേ നിങ്ങൾ നിങ്ങളെ അമ്മയുടെയും പെങ്ങളുടെയും കൂടെ ജീവിച്ചോ? ഞാൻ വരാം. അമ്മേ ശരണം. എന്നാ അമ്മേ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? ചെയ്തതെല്ലാം ലാഭത്തിനായി മോളെ. ഓളെ നിലക്ക് നിർത്താന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ ഓൾ ഓനെയും കൂട്ടിയിട്ട് പോന്നാ പോലും. അതെങ്ങനെയാ? ഏട്ടൻ്റെ ആദ്യത്തെ ഓളാ ഞാനും അമ്മയും കൂടിയിട്ട് വരച്ച വരയിൽ നിർത്തി ചവിട്ടി പുറത്താക്കിയതല്ലേ. ഇവക്കെന്ന് ഇത്ര ഹുങ്ക്? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട മോളെ, ഓൾ അടിക്കാനും മടിക്കൂല. ഒരിക്കൽ എൻ്റെ കയ്യിലിരിപ്പിന് കിട്ടേണ്ടതേനു. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ട്. പിന്നെ ഓളെന്നെ അടിക്കുന്നല്ലേ, എനിക്കൊന്ന് കാണണം. ഇവളെക്കാളും എത്രയോ ഭേദേൻ മോളെ രമ്യ. നമ്മൾ പറയുന്ന സകലതും കേട്ടിട്ട് മറുത്തൊരു വാക്ക് പോലും പറയാണ്ട് സകല പണിയും എടുക്കുവാനും. ഓളാണെങ്കിൽ എൻ്റെ മോനെ ഇങ്ങനെ തട്ടിപ്പറിച്ച് പോവുകയില്ലേനു. ആ അമ്മേ, രമ്യേച്ചി പാവേനു. നീ ഇങ്ങനെയൊന്നല്ലല്ലോ അന്ന് പറഞ്ഞേ. പഠിപ്പില്ലാത്തോളാണ്, എൻ്റെ ഏട്ടന് ചേരാത്തോളാണ്, എങ്ങനെയെങ്കിലും ഓളെ അങ്ങ് ഒഴിവാക്കിയിട്ട് എൻ്റെ ഏട്ടനെ കൊമ്പത്തുള്ളോളെ കെട്ടിക്കണം എന്നല്ലേ നീ പറഞ്ഞ്? എന്നിട്ടെന്നാ കൊമ്പത്തെ പെണ്ണിനെ കിട്ടിയിട്ടില്ലേ? ആ, കൊമ്പത്തുള്ളോളെ കെട്ടീന്. എന്നിട്ട് എൻ്റെ മോനെയും കൊണ്ട് എത്താത്ത കൊമ്പത്ത് പോയി ഇരിക്കുന്നുണ്ട്. എന്നെ എന്തിനാ തുറച്ചു നോക്കുന്നേ? ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ചെയ്യുക. എന്നാ ഒരു കാര്യം ചെയ്യും, കിണർ പോയി തുള്ളു. എന്താ തുള്ളുന്നില്ലേ? അപ്പൊ നിങ്ങളിഷ്ടം കൂടെ ചെയ്തിയല്ലേ, എന്നെ മാത്രം പറയാൻ നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അറിയാലോ എനിക്ക് വീട്ടിൽ നല്ല തിരക്കുണ്ട്. എന്നെ കണ്ടിട്ടില്ലേ അവർക്ക് എല്ലാവർക്കും ടെൻഷനാവും. പിന്നെ എൻ്റെ ഏട്ടൻ ഇറങ്ങി പോന്ന കാണാനുള്ള ത്രാണി എനിക്കില്ലമ്മേ. നിക്ക്, എന്നെ എല്ലാവരും ഒറ്റക്കാക്കിയിട്ട് പോന്നതല്ലേ. എനിക്ക് മനസ്സിലായി, ഒരാളെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടും.